ഗൈസ് ഐ എസ് എല്ലിൽ പ്രധാനപ്പെട്ട ചില ചേഞ്ചസ് വരാൻ പോകുന്നു എന്നുള്ളതാണ്. 3 പ്രധാന ചേഞ്ചസ് അടുത്ത സീസണിൽ സംഭവിക്കുമെന്നുള്ളൊരു വാർത്തയാണ് ഇപ്പം ടൈംസ് ഓഫ് ഇന്ത്യ പുറത്തേക്ക് വിടുന്നത്. അതിൽ ഒന്നാമത്തൊരു ചേഞ്ച് ഉണ്ടാകാൻ പോകുന്നത് ഏഷ്യൻ സൈനിങ്ങുമായിട്ട് ബന്ധപ്പെട്ടതാണ്. നമുക്കറിയാം 6 പ്ലേയേഴ്സിനെ സൈൻ ചെയ്യാൻ കഴിയും വിദേശ താരങ്ങൾ. അതിലൊരാൾ ഏഷ്യൻ ആയിരിക്കണം, അല്ലെങ്കിൽ ഒരു AFC പ്ലെയർ ആയിരിക്കണം എന്നുള്ളൊരു റൂൾ ഉണ്ടായിരുന്നു. സോ അത് ലൈക്ക്ലി ചേഞ്ച് ആകും, അല്ലെങ്കിൽ അത് എടുത്തു മാറ്റും എന്നുള്ളതാണ്. അതായത് 6 വിദേശ താരങ്ങളെയും ഏത് രാജ്യങ്ങളിൽ വേണമെങ്കിലും സൈൻ ചെയ്യാമെന്നുള്ള റൂളിലേക്കൊരു ചേഞ്ച് സംഭവിക്കും എന്നുള്ളതാണ് വന്നിരിക്കുന്നത്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം AFCയുടെ ഒരു കോമ്പറ്റീഷൻസിലായിരുന്നല്ലോ ഒരു 3+1 റൂളൊക്കെ മുമ്പ് ഉണ്ടായിരുന്നത്. അതിനീ പറഞ്ഞതുപോലെ ഇപ്പം സ്റ്റാർട്ടിങ് 11 അൺലിമിറ്റഡ് അല്ലെങ്കിൽ സ്ക്വാഡിൽ അൺലിമിറ്റഡ് എന്നൊക്കെ പറയുന്ന ഒരു ലെവലിലേക്കൊക്കെ ചേഞ്ച് ആകാൻ പോകുന്നു എന്നുള്ള സാധ്യതകൾ വരുവാണ്. ഇപ്പം തന്നെ നോക്കുകയാണെങ്കിലും അത് 6 ഫോറിനേഴ്സിനെ കളിപ്പിക്കാം, അത് 5+1 അങ്ങനെയൊക്കെയാണ്. അപ്പം അതായത് ഏഷ്യൻ ലെവലിലുള്ളൊരു കോമ്പറ്റീറ്റീവ് സംഭവങ്ങളൊക്കെ വരുന്ന മത്സരങ്ങൾ വരുന്ന സമയത്ത് അപ്പം അതുകൊണ്ട് ഇതൊരു ചേഞ്ചായിട്ട് വരുന്നു എന്നുള്ളതാണ്. ഇപ്പം ചേഞ്ച് ചെയ്യുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഏഷ്യൻ പ്ലേയേഴ്സിന് ഇപ്പം ആ ഒരു പൂള് ചെറുതായതുകൊണ്ട്, അങ്ങനെ ചെറുതെന്ന് പറയാൻ പറ്റില്ല എങ്കിലും താരതമ്യേന ഇപ്പം യൂറോപ്യൻ പ്ലേയേഴ്സിനെ വെച്ച് നോക്കുമ്പോൾ, അല്ലെങ്കിൽ യൂറോപ്യൻ ലാറ്റിൻ അമേരിക്കൻ ആഫ്രിക്കൻ പ്ലേയേഴ്സിനൊക്കെ വെച്ച് നോക്കുമ്പോൾ ഉള്ളൊരു രീതി വരുമ്പോഴത്തേക്കും ആ ഒരു പ്ലേയേഴ്സിന് കുറച്ച് എമൗണ്ട് കൂടുതൽ സ്പെൻഡ് ചെയ്യേണ്ടി വരും കമ്പയർ ഇപ്പം മറ്റു ടീമിൽ. ഇപ്പോൾ യൂറോപ്പിൻ്റെ ഏതൊക്കെ ഒരു ക്വാളിറ്റി നോക്കുമ്പോഴത്തേക്കും അത്രയും ചിലപ്പം കാണാനുള്ള സാധ്യതയും ഇല്ല. ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളുണ്ട്. അതിപ്പം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്പോർട്ടിംഗ് ഡയറക്ടറായിട്ടുള്ള കരോൾ സ്കിൻഗിസൊക്കെ ഇതിനെപ്പറ്റിയൊക്കെ സംസാരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അപ്പം പലപ്പോഴും പല ടീമുകളും സൈൻ ചെയ്തിട്ടുള്ളത് ഈ പറഞ്ഞ പോലെ ഓസ്ട്രേലിയയിൽ നിന്നാണ്. ഓസ്ട്രേലിയയിൽ നിന്നാകുമ്പോഴത്തേക്കുള്ള ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ പല താരങ്ങളും യൂറോപ്പിൽ ഒക്കെ പറഞ്ഞതുപോലെ ജനിച്ച് വളർന്നിട്ടുള്ള ഒരുപാട് പ്ലേയേഴ്സിനെ കിട്ടും. അവർ ചിലപ്പം അവർക്ക് ചില തായ്വേരുകളൊക്കെ ഓസ്ട്രേലിയയിൽ കാണും. അങ്ങനെ നാഷണൽ ടീമിലൊക്കെ കളിക്കാൻ വേണ്ടിയായിരിക്കും ആ ഒരു പൗരത്വം അങ്ങനെയുള്ള രീതിയിലേക്ക് വരുന്നത്. അപ്പോൾ അങ്ങനത്തെ ഇപ്പം പെട്രട്ടോസ് അങ്ങനത്തെ ഒരു പ്ലെയറാണ്. നമുക്ക് വന്നിട്ടുള്ള അപ്പോസ്റ്റലസ് ജിയാനും അങ്ങനത്തെ പ്ലെയറാണ്. ഗ്രിഫിറ്റ്സ് കൈൻഡ് ഓഫ് അങ്ങനത്തെ ഒരു പ്ലെയറാണ്. അപ്പം അങ്ങനത്തെ പറഞ്ഞ പോലെ ക്വാളിറ്റി പ്ലെയേഴ്സ് ഉണ്ട്, അങ്ങനെ കൊണ്ടുവരാൻ പറ്റുന്ന പ്ലെയേഴ്സ് ഉണ്ട്. ഇപ്പോൾ KBC ആണെങ്കിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് AFC എന്ന് പറയുന്നൊരു രീതിയിൽ അങ്ങനെ കാര്യമായിട്ട് വർക്ക് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. അങ്ങനെ ഒരു ടോപ്പ് പ്ലെയേഴ്സിനെയൊന്നും അങ്ങനെ കൊണ്ടുവന്നതായിട്ട് എനിക്കില്ല. അപ്പം നമുക്കറിയാം അങ്ങനെ ഒരു കാര്യങ്ങളൊക്കെ ഇപ്പം പറയുമെങ്കിൽ ഇപ്പം മോഹൻ ബഗാൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ അവരുടെ ടോപ്പ് പ്ലേയേഴ്സിലെ AFC പ്ലേയേഴ്സാണ്. പെട്രട്ടോസ് ആണെങ്കിലും കമ്മിൻസ് ആണെങ്കിലും ബ്രണ്ടൻ ഹാമിലാണെങ്കിലും അങ്ങനെ അവരുടെ ടീമിലിപ്പം അടുത്ത വർഷം ഇനിയും ഏഷ്യൻ പ്ലേയേഴ്സ് വരും. അപ്പം ഒരു മിനി ഓസ്ട്രേലിയൻ ടീം തന്നെയാണ്. അങ്ങനെ AFC പ്ലേയേഴ്സ് 3 അതിൽ കൂടുതലോ ഒക്കെ ഉള്ളൊരു ടീമാണ് മോഹൻ ബഗാൻ എന്നുള്ളൊരു കാര്യം നമുക്കറിയാൻ സാധിക്കും. ഏതായാലും ഇനി കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു കാര്യം പറയുമ്പോഴേക്കും ഇനിയിപ്പം AFC അങ്ങനെ ഒന്നുള്ളത് നോക്കാണ്ട് ഒരു സൈൻ ചെയ്യാൻ പറ്റുമെന്നുള്ളത് ഇപ്പം SDA ഒക്കെ സംബന്ധിച്ച് ചിലപ്പം പോസിറ്റീവ് ആയിരിക്കും. കാരണം അദ്ദേഹം അതിനെ വിമർശിച്ചിട്ടൊക്കെ ഉണ്ട്. നമുക്ക് നോക്കാം എന്താണ് സംഭവിക്കുക എന്നുള്ളത്. എനിക്ക് തോന്നുന്നു ഏഷ്യൻ പ്ലേയേഴ്സുമായിട്ട് ഇപ്പം നിലവിൽ കോൺട്രാക്റ്റ് ഉള്ളൊരു ടീം കൂടിയാണ് ബ്ലാസ്റ്റേഴ്സ് എന്നുള്ളതാണ്. ഇനി അടുത്തൊരു ചേഞ്ച് സാലറി ക്യാപ്പുമായിട്ട് ബന്ധപ്പെട്ടതാണ്. 16.5 കോടിയാണല്ലോ സാലറി ക്യാപ്പ്. അത് 18 കോടിയാക്കും അടുത്ത സീസൺ മുതൽ എന്നുള്ള ഒരു കാര്യമാണ് അറിയാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ 18 കോടിയാക്കിയാലും 16.5 കോടിയാണെങ്കിലും ഒക്കെ ഇത് കാര്യങ്ങൾ ഇപ്പം അതിൻ്റെ ലൂപ്പ് ഹോൾസൊക്കെ കണ്ടെത്തുന്ന ക്ലബ്ബുകളുണ്ട്. അപ്പം അതാണ് തടയിടേണ്ടത്. ആ ലൂപ്പ് ഹോൾസ് ഇല്ലാണ്ട് കൃത്യമായിട്ട് ആ ഒരു കാര്യങ്ങളിലേക്കൊക്കെ എത്തുക എന്നുള്ളത്, അതിലൊരു സ്ട്രിക്റ്റ് ആക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അതിൽ ക്രമക്കേടുകളൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ ആക്ഷൻസ് എടുക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അതല്ലാണ്ട് ഇത് കൂട്ടിയിട്ടും അങ്ങനെ പ്രത്യേകിച്ച് കാര്യങ്ങളുണ്ടോ എന്നുള്ളത് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പം സ്ട്രിക്റ്റ് ആയി കഴിഞ്ഞുള്ള ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഇന്ത്യൻ പ്ലേയേഴ്സിനൊക്കെ പലർക്കും ഓവർപെയ്ഡ് ആണെന്നൊക്കെ നമ്മൾ മുമ്പ് സംസാരിച്ചിരുന്നു. അപ്പം അതൊക്കെ കുറയ്ക്കാനും ഒക്കെ ഒരു സഹായകരമായേക്കും എന്നുള്ളതാണ്. അതല്ലാണ്ട് ഇതുകൊണ്ട് ഈ ഒരു സാലറി ക്യാപ്പ് കൂട്ടുന്നത് കൊണ്ടൊരു വലിയ മാറ്റം ഉണ്ടാകുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ ഡോണ്ട് നോ, എനിക്കറിയത്തില്ല എന്താണ് ഒന്നെന്നുള്ളത് നമുക്ക് കണ്ടു തന്നെ അറിയാം. ഇനിയിപ്പം അങ്ങനെ സാലറി ക്യാപ്പ് കീപ്പ് ചെയ്ത് പോകുന്ന ഏതെങ്കിലും ക്ലബ്സൊക്കെ ഉണ്ടെങ്കിൽ, ലൂപ്പ് ഹോൾ കണ്ടെത്താൻ അങ്ങനെ വിമുഖതയുള്ള ക്ലബ്ബൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പം അവർക്ക് ഗുണം ചെയ്തേക്കും എന്നുള്ളതേ എനിക്ക് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. അങ്ങനെ ഒരുപാട് ക്ലബ്ബുകളുണ്ട്, കൂടുതൽ ക്ലബ്ബുകളുണ്ട്, നമുക്ക് നോക്കാം. അതുപോലൊരു പ്രധാനപ്പെട്ടൊരു കാര്യമാണ് മാക്യു പ്ലെയർ എന്ന് പറയുന്നൊരു പോളിസി ഉണ്ട്. അതായത് ഇപ്പം 6 വിദേശ താരങ്ങളെ സൈൻ ചെയ്യാം, അതിലൊരു പ്ലെയർ സാലറി ക്യാപ്പിന് പുറത്തുള്ളതായിരിക്കും. അങ്ങനെ ഒരു സൈനിങ് നമുക്ക് നടത്താൻ പറ്റും. അതാണ് മാക്യു പ്ലെയർ പോളിസി. അപ്പം ഇനി മുതൽ 1 അല്ല 2 പ്ലേയേഴ്സിനെ സാലറി ക്യാപ്പിന് പുറത്ത് സൈൻ ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ഐ തിങ്ക് ദാറ്റ്സ് എന്താ പറയുക, ഒരു ഗുഡ് ഐഡിയ ആണ്. ആർക്ക്? ബിഗ് ക്ലബ്സ്, അതായത് ബിഗ് മണി സ്പെൻഡ് ചെയ്യുന്ന മോഹൻ ബഗാനോ അല്ലെങ്കിൽ മുംബൈ സിറ്റി FCയോ പോലെയുള്ള. ഇപ്പം മോഹൻ ബഗാൻ അടുത്ത സീസണിൽ ഒരു സ്റ്റാർ പ്ലെയറൊക്കെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. ഓൾറെഡി കമ്മിൻസിനെ ഒരു സ്റ്റാർ പ്ലെയർ ഉണ്ട്. സോ അങ്ങനെയുള്ള ഒരു ലെവലിലൊക്കെ നോക്കുമ്പോഴത്തേക്കും അവർക്കൊക്കെ ഇത് ഉറപ്പായിട്ടും ഗുണകരമാണ്. ഞാൻ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു പെർസ്പെക്റ്റീവിൽ നോക്കുമ്പോഴത്തേക്കും
എനിക്കത് അത്ര വലിയൊരു കാര്യമായിട്ടൊന്നും തോന്നുന്നില്ല. പറഞ്ഞ പോലെ എന്താണേലും AFC കളിക്കാൻ പോകുന്നത് പറഞ്ഞ ക്ലബ്ബുകളൊക്കെ ആണല്ലോ. സോ അവർക്ക് ആ ഒരു രീതി നോക്കുമ്പോഴും AFC പെർഫോമൻസിലെ ഒരു കാര്യമൊക്കെ നോക്കുമ്പോഴത്തേക്കും അത് ഗുണകരമാകും. ഇവിടുത്തെ ISLൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാലും അവർക്ക് അങ്ങനെ സ്പെൻഡ് ചെയ്യാൻ പറ്റി 2 സൂപ്പർ പ്ലേയേഴ്സിൻ്റെ സാലറി ക്യാപ്പിന് പുറത്തൊക്കെ കൊണ്ടുവരാൻ കഴിയുക എന്ന് പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം തന്നെയാണ്. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. അപ്പം ഇതൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഈ ഒരു ചേഞ്ചസിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ ഒപ്പീനിയൻസ് ഉറപ്പായിട്ടൊന്ന് കമ്പോസ് ചെയ്ത് കാണിക്കും. ഞാനൊന്ന് വിഷയം സിനിമ.